MG സർവകലാശാല കലോത്സവത്തിൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നാൽ എറണാകുളത്തെ കോളേജുകൾ തമ്മിൽ കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്നുവെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോയിൽ നിന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ തവണത്തെ MG സർവകലാശാല കലോത്സവം കോട്ടയത്താണ് നടക്കുന്നതെങ്കിലും പോരാട്ടം എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോയിന്റ് നില, ഏറ്റവും അവസാനത്തെ പോയിന്റ് നില വരുമ്പോൾ SH തേവര 31 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. അവരുടെ ഒരു ആധിപത്യം അവർ കാണിക്കുന്നു. ഇന്നലെ പരിപാടികൾ അവസാനിക്കുമ്പോൾ SH തേവരയും സെന്റ് തെരേസസുമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 21 പോയിന്റായിരുന്നു ഇന്നലത്തെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ SHനുണ്ടായിരുന്നത്. തൊട്ട് പിന്നിലായി 18 പോയിന്റുമായി തേവര കോളേജും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മത്സരങ്ങളുടെ ഫലങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവസാനത്തെ ഫലം വരുമ്പോൾ SH തേവരയ്ക്ക് 31 പോയിന്റായി അവരുടെ പോയിന്റ് നില അവർക്ക് ഉയർത്താൻ സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സെന്റ് തെരേസാസ് 5ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. ശ്രീശങ്കര കോളേജ് കാലടി അവർ 21 പോയിന്റുമായി 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. CMS കോളേജാണ്, കോട്ടയം CMS കോളേജ് 3ാം സ്ഥാനത്തേക്ക് 19 പോയിന്റുമായിട്ട് എത്തിയിരിക്കുന്നു. എന്തായാലും മത്സരങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഇന്ന് 10-15ഓളം മത്സരങ്ങൾ നടക്കാനുണ്ട്. സ്റ്റേജ് ഇനങ്ങളും അതുപോലെ തന്നെ നോൺ സ്റ്റേജ് ഇനങ്ങളുമായിട്ടാണ് നടക്കുന്നത്. ഫോട്ടോഗ്രാഫി അടക്കമുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നില വീണ്ടും മാറി മറിയാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വാശിയേറിയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഈ കോളേജുകളെല്ലാം പോകുന്നത്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 74 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ 74 ഇനങ്ങളും 7 ദിവസം കൊണ്ട്, സാധാരണ 5 ദിവസമാണ് കലോത്സവം നടക്കുന്നതെങ്കിൽ ഇത്തവണ 7 ദിവസമായി കലോത്സവങ്ങളുടെ തീയതി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 215 കോളേജുകളും ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. എന്തായാലും എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് 3ാം ദിവസം സാക്ഷ്യം വഹിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.